സ്വാർത്ഥതയും പണത്തോടുള്ള അമിതമായ ആർത്തിയും മാത്രമുള്ള ഇന്നത്തെ കാലത്ത് 3 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു വാക്ക് പാലിക്കാൻ ഒരാൾക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ വേണ്ടി കഴിയും? പണത്തിനു മുന്നിൽ സ്വന്തം ചോരയെ പോലും മറക്കുന്ന മനുഷ്യരുള്ള ഈ ഒരു ലോകത്ത് വെറുമൊരു ഗ്രാമത്തിൻ്റെ പേര് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 1200 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത ഒരു മലയാളിയെക്കുറിച്ച് നിങ്ങളാരും അറിയാതെ പോകരുത്. 31 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഒരു സുഹൃത്ത് തനിക്ക് നൽകിയ തുക തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ഇസ്മായിൽ തെലങ്കാനയിലെ ഒരു ഉൾഗ്രാമം വരെ സഞ്ചരിച്ച അവിശ്വസനീയമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാനീ പറയാൻ പോകുന്നത്. 1990-ലാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ഇസ്മായിൽ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഒരുപിടി സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലിക്കായി എത്തിയത്. അവിടെ വെച്ച് അദ്ദേഹം തെലങ്കാനയിലെ ജഗതിയാൽ ജില്ലയിലെ ധർമ്മപുരി സ്വദേശിയായിട്ടുള്ള ലച്ചണ്ണ എന്ന് പറയുന്നൊരു മനുഷ്യനെ അദ്ദേഹം പരിചയപ്പെടുകയാണ്. ഒരേ കമ്പനിയിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത്. രണ്ടുപേരുടെയും ഭാഷ നമുക്കറിയാം, മലയാളം, തെലുങ്കും, അങ്ങനെ വേറെ വേറെ ഭാഷയാണ്. എന്നിരുന്നാൽ കൂടിയും അവർക്കിടയിൽ ശക്തമായ ഒരു സൗഹൃദം അവിടെ ഉടലെടുത്തു. പ്രവാസത്തിൻ്റെ ആദ്യ നാളുകളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരുന്നു ഇസ്മായിൽ കടന്നുപോയത്. നാട്ടിലേക്ക് പണം അയക്കാൻ പോയിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ ഒരു ദുരവസ്ഥ നേരിട്ട് കണ്ട ലച്ചണ്ണ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെറും 120 റിയാൽ ഇസ്മായിലിന് കടമായി കൊടുക്കുകയാണ്. അന്ന് ആ 120 റിയാൽ എന്ന് പറയുന്നത് ഇസ്മായിലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ ഒരു സഹായമായിരുന്നു. തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിയതിന് ശേഷം ഈ കടം വീട്ടാമെന്ന് ഇസ്മായിൽ അന്ന് ലച്ചണ്ണയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. നമുക്കറിയാം, ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം, ഇനി അതല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റപ്പെടാം, അങ്ങനെ പലതും സംഭവിക്കാം. അത്തരത്തിൽ കമ്പനിയിലെ മാറ്റങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും കൊണ്ട് അധികം വൈകാതെ ഇരുവർക്കും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളോ സ്മാർട്ട് ഫോണുകളോ വാട്സപ്പോ ഇല്ലാതിരുന്ന ആ കാലത്ത് നാട്ടിലെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ആ ഒരു ആശയവിനിമയം പൂർണ്ണമായും മുറിഞ്ഞുപോയി. പരസ്പരം ബന്ധപ്പെടാൻ കൃത്യമായ വിലാസമോ ഫോൺ നമ്പറോ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയ ശേഷവും ഇസ്മായിലിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആദ്യം പൂർണ്ണമായും മാറിയിരുന്നില്ല. എങ്കിലും തൻ്റെ മനസ്സിലെ ഒരു വലിയ ഭാരമായി ആ 120 റിയാൽ ബാക്കിയായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്നു. തനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്ത് സഹായിച്ച ആ സുഹൃത്തിന് ആ പണം തിരികെ നൽകണമെന്ന ആഗ്രഹം ഇസ്മായിലിൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടന്നു. എന്നാൽ തുടർച്ചയായ സാമ്പത്തിക പ്രതിസന്ധികൾ പലപ്പോഴും അതിന് തടസ്സമായി നിന്നു. വർഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. 10 വർഷം, 20 വർഷം, അങ്ങനെ ഒടുവിലത് 31 വർഷങ്ങളായി മാറി. കാലം മാറി, പിന്നീട് സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു. ഇസ്മായിലിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലും അല്പം പുരോഗതിയൊക്കെ ഉണ്ടായി. ഇപ്പോൾ കടം വീട്ടാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അന്ന് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് കടം തന്ന് സഹായിച്ച ആ സുഹൃത്ത് എവിടെയാണെന്ന് ഇസ്മായിലിനറിയില്ല. മനസ്സിലാകെയുള്ളത് സുഹൃത്തിൻ്റെ നാട് തെലങ്കാനയിലെ ധർമ്മപുരിയാണെന്നുള്ള ആ ഒരു പഴയ ഓർമ്മ മാത്രമാണ്. ഇവിടെയാണ് ഇസ്മായിൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആധുനിക സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്നത്. അദ്ദേഹം ഗൂഗിൾ മാപ്സും അതോടൊപ്പം ഗൂഗിൾ ജെമിനി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളുമൊക്കെ ഉപയോഗിച്ച് ധർമ്മപുരി എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അങ്ങോട്ടേക്കുള്ള വഴികളുമൊക്കെ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയെടുത്തു. മനസ്സിൽ ഉറപ്പിച്ച തീരുമാനവുമായി ഇസ്മായിൽ പാലക്കാട് നിന്നും യാത്ര തിരിച്ചു. ഹൈദരാബാദ് വഴി നീണ്ട 1200ഓളം കിലോമീറ്ററുകൾ, അപരിചിതമായ ഭാഷ, അപരിചിതരായ ആളുകൾ, മുന്നിൽ കൃത്യമായ വിലാസം ഒന്നും തന്നെയില്ല. എന്നിട്ടും ആ 60 വയസ്സ് പ്രായം പിന്നിട്ട ആ മനുഷ്യൻ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹം തെലങ്കാനയിലെ ആ ഉൾഗ്രാമമായ ധർമ്മപുരിയിലേക്കെത്തി. ധർമ്മപുരിയിലെ തെരുവുകളിൽ ലച്ചണ്ണയുടെ പേരും തിരക്കി ഇസ്മായിൽ ഇങ്ങനെ ഒരുപാട് അലഞ്ഞു. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ അദ്ദേഹം ആ വീട് കണ്ടെത്തി. 31 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ആ വീടിൻ്റെ പടിവാതിൽക്കലെത്തുമ്പോൾ ഇസ്മായിൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റായിരുന്നു. താൻ അത്രയും ദൂരം യാത്ര ചെയ്ത് താൻ കാണാൻ ആഗ്രഹിച്ചു വന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലച്ചണ്ണ ആ വീട്ടിലില്ലായിരുന്നു. കുടുംബത്തെ പോറ്റാൻ വേണ്ടി ആ മനുഷ്യൻ ഇപ്പോഴും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. വീട്ടിൽ ലച്ചണ്ണയുടെ ഭാര്യ ഗംഗവയും മകൻ അഭിലാഷും മാത്രമാണ് ഉണ്ടായിരുന്നത്. 31 വർഷം മുമ്പ് തൻ്റെ ഭർത്താവ് നൽകിയ ഒരു ചെറിയ കടം വീട്ടാൻ കേരളത്തിൽ നിന്ന് ഒരാൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ
ആ കുടുംബമാകെ അമ്പരന്നുപോയി. അത്ഭുതവും സന്തോഷവും കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടൻ തന്നെ സൗദിയിലുള്ള ലച്ചണ്ണയെ വാട്സപ്പ് വീഡിയോ കോൾ വഴി ബന്ധപ്പെടുകയാണ്. ആ വീഡിയോ കോൾ ദൃശ്യം വികാരനിർഭരമായിരുന്നു. 3 പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷവും ലച്ചണ്ണയ്ക്ക് തൻ്റെ പഴയ സുഹൃത്ത് ഇസ്മായിലിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. മൊബൈൽ സ്ക്രീനിലൂടെ അവർ പരസ്പരം നോക്കി ആ പഴയ പ്രവാസകാലം ഓർത്തു. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. അന്ന് വാങ്ങിയ വെറും 120 റിയാൽ, അത് ഇന്നത്തെ ഇന്ത്യൻ മൂല്യം വെച്ച് നോക്കിയാൽ ഏകദേശം 2700 രൂപയാണ്. പക്ഷെ അതിന് പകരമായി ഇസ്മായിൽ ലച്ചണ്ണയുടെ കുടുംബത്തിന് കൈമാറിയത് 25,000 രൂപയാണ്. തുകയേക്കാൾ ഉപരി ഇസ്മായിൽ അവിടെ നൽകിയ മൂല്യം ആ സൗഹൃദത്തിനായിരുന്നു, താൻ നൽകിയ വാക്കിനായിരുന്നു. പണം ലച്ചണ്ണയുടെ ഭാര്യയെ ഏൽപ്പിച്ച് ആ കുടുംബത്തിൻ്റെ സ്നേഹവും സൽക്കാരവും സ്വീകരിച്ചാണ് ഇസ്മായിൽ കേരളത്തിലേക്ക് മടങ്ങിയത്. നോക്കിത്ര മനോഹരമായ ഒരു സംഭവമാണിത്. പണത്തിന് വേണ്ടി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ചതിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് മുഹമ്മദ് ഇസ്മായിലിനെ പോലെയുള്ള മനുഷ്യർ ഒരു അത്ഭുതമാണ്. നൽകിയ വാക്ക് അതെത്ര ചെറുതാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും പാലിക്കപ്പെടേണ്ടതാണെന്ന് ഇദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. സാങ്കേതിക വിദ്യ എന്നുള്ളത് മനുഷ്യരെ അകറ്റാനുള്ളതല്ല, മറിച്ച് ഇതുപോലെ അകന്നുപോയ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഉപയോഗിക്കേണ്ടത് എന്ന വലിയൊരു പാഠം കൂടി ഈ ഒരു സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ എത്രത്തോളം ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന് നമ്മൾ ദിവസേന കാണുന്നതാണ്. ഓൺലൈൻ തട്ടിപ്പുകളും വ്യാജ സന്ദേശങ്ങളും മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന സോഷ്യൽ മീഡിയ ചതിക്കുഴികളും നിറഞ്ഞ ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ നന്മയ്ക്കല്ല, തിന്മയ്ക്കാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് എന്ന ആ ഒരു പൊതുവികാരം നിലനിൽക്കുന്ന ഈ ഒരു കാലത്താണ് മുഹമ്മദ് ഇസ്മായിൽ എന്ന ആ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തികച്ചും വ്യത്യസ്തമായ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് ചതിക്കാനല്ല, മറിച്ച് തൻ്റെ മനസ്സിലെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു കടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സാങ്കേതിക വിദ്യയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. അത്തരത്തിൽ ഇസ്മായിൽ എന്ന് പറയുന്ന മനുഷ്യൻ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് ഒരു വലിയൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാം, പലപ്പോഴും കടം കൊടുത്തതിൻ്റെ പേരിൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും വരെ ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടമാണിത്. തൻ്റെ കൈവശമുള്ള പൈസ കടമായി കൊടുത്തതിൻ്റെ പേരിൽ പിന്നീട് ആ മനുഷ്യനോട് തന്നെ കെഞ്ചേണ്ട അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. തൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസയായിരിക്കാം. തൻ്റെ മുന്നിൽ പ്രയാസത്തോടു കൂടി വരുന്ന ആ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് കണ്ടുകൊണ്ട് അവസാനം അത് ആ വ്യക്തിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് അവസാനം അവൻ്റെ ആവശ്യം വരുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടാതെ വരുന്നൊരവസ്ഥ. വിളിച്ചാൽ ഒരുപക്ഷെ ഫോൺ പോലും എടുക്കാറില്ല. അതുമല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ നീട്ടി കൊണ്ടുപോകും. എന്തിന് ആ കടം കൊടുത്ത ആ മനുഷ്യൻ്റെ പൈസ കൊടുക്കാതെ നാട് വിട്ടുപോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്ര മോശമായ ഒരു പ്രവർത്തനമാണല്ലേ ഇത്. മറ്റാരുടെയും പൈസയില്ല, സ്വന്തം പൈസയാണ് അവനിങ്ങനെ ചോദിക്കുന്നത്. ആ മനുഷ്യൻ ഉള്ളുരുകി ശപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത്തരം ആളുകൾ ജീവിതത്തിൽ ഗുണം പിടിക്കുകയില്ല. ഞാനിതിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്തരത്തിൽ കടം കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് 1ഉം 2ഉമല്ല 31 വർഷങ്ങൾക്ക് ശേഷം, അതും അദ്ദേഹത്തിൻ്റെ വീടോ മേൽവിലാസമോ ഒന്നും അറിയാതെ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് ഇസ്മായിൽ എന്ന് പറയുന്ന മനുഷ്യൻ തനിക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് കടം തന്ന് സഹായിച്ച ആ മനുഷ്യൻ്റെ കൈകളിലേക്ക് ആ പൈസ എത്തിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായേനെ.